സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണമുണ്ട്. പീക്ക് സമയങ്ങളിൽ ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിക്കുകയാണ്. സുനിഷ അയ്യലൂരാണ് ചെയ്തത്. സുനിഷ, എത്ര സമയമായിരിക്കും വൈദ്യുതി നിയന്ത്രണം? പ്രതിസന്ധി രൂക്ഷമാണോ? വിനിത, പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നു അതേ രീതിയിൽ തന്നെ ഇന്നും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് KSEB നൽകുന്നത്. എത്ര സമയം, ഒരു നിശ്ചിത സമയം KSEB പറയുന്നില്ല. പക്ഷെ ഭാഗികമായി പീക്ക് ടൈമുകളിൽ ഈ കറണ്ട് പോകുമെന്നുള്ളതാണ്. അതായത് 7 മണിക്ക് ശേഷം അങ്ങോട്ട് ഏത് സമയത്തും വൈദ്യുതി നിയന്ത്രണം പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം 7 മണി മുതൽ തന്നെ വടക്കൻ കേരളത്തിലെല്ലാം തന്നെ ഈ കറണ്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തലസ്ഥാനത്തൊക്കെ 9 മണിക്ക് ശേഷമൊക്കെ വൈദ്യുതി നിയന്ത്രണം അത് പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പീക്ക് ടൈമിൽ 15 മിനിറ്റും 25 മിനിറ്റും അരമണിക്കൂറും എല്ലാം കറണ്ട് പോകുമെന്നുള്ളത് തന്നെയാണ്, നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ് KSEB അറിയിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ വലിയ പ്രതിസന്ധി തന്നെ നേരിടുന്നുണ്ട്. ഇപ്പോഴും മഴ ലഭിച്ചിട്ടില്ല, വൈദ്യുതി ലഭ്യത വളരെയധികം കുറയുന്നു, വൈദ്യുതിയുടെ ആവശ്യകത കൂടുന്നു, വൈദ്യുതി ഉപഭോഗവും കൂടുന്നു. 300 മെഗാവാട്ട് വൈദ്യുതിയൊക്കെയാണ് അധികമായി ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി ഇപ്പോൾ KSEBയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. നിയന്ത്രണമല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് KSEB കണക്ക് കൂട്ടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ ഇന്നും നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഏതായാലും വരുന്ന ദിവസങ്ങളിലും നിയന്ത്രണം പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു വിനീത. ശരി, വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാണ്, മഴയുടെ ലഭ്യത കുറവാണ് ഇത്ര വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സുനീഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.